1923 തന്റെ ആദ്യത്തെ ആനിമേഷൻ കമ്പനി പൊളിഞ്ഞ് പാപ്പരായി. കയ്യിൽ വെറും $40 ഹോളിവുഡിലേക്ക് വണ്ടി കയറിയ ഒരു 21-കാരനുണ്ടായിരുന്നു. സഹോദരനിൽ നിന്ന് കടം വാങ്ങിയ $500 കൂടിയായപ്പോൾ അയാളുടെ ആകെ ക്യാപിറ്റൽ $540. ഇന്ന് ആ പേരിന്റെ മാർക്കറ്റ് വാല്യൂ $328 ബില്യൺ വരെ എത്തിയിട്ടുണ്ട്. ലോകം മുഴുവൻ വിശ്വസിക്കുന്നത് അവർ വിൽക്കുന്നത് മാജിക് ആണെന്നാണ്. പക്ഷെ വാൾട്ട് ഡിസ്നി വിറ്റത് മാജിക് അല്ല, അതൊരു റൂത്ത്ലെസ് ആയ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ബിസിനസ് ആണ്. മനുഷ്യന്റെ ഫാന്റസിയെ ഏറ്റവും മികച്ച രീതിയിൽ മോണിറ്റൈസ് ചെയ്ത കോർപ്പറേറ്റ് ചരിത്രം. ലെറ്റ്സ് ഡീകോഡ് ദി അനാറ്റമി ഓഫ് ദി ഡിസ്നി എംപയർ. കാൻസാസ് സിറ്റിയിലെ മഞ്ഞു വീഴുന്ന പകലുകളിൽ പ്രതിഫലമില്ലാതെ പത്രം വിൽക്കാൻ നടന്നിരുന്ന ഒരു കുട്ടിയായിരുന്നു വാൾട്ട്. കർക്കശക്കാരനായ പിതാവിന്റെ നിയന്ത്രണങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരുന്നു അവന് വരകൾ. അതൊരു കലയോടുള്ള പ്രണയമായിരുന്നില്ല, റിയാലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ കണ്ടെത്തിയ ഒരു എസ്കേപ്പ് മെക്കാനിസമായിരുന്നു അത്. പിന്നീട് ആനിമേഷൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ വാൾട്ടിന് ആദ്യമേ തന്നെ പണി കിട്ടി. ലാഫോഗ്രാം എന്ന തന്റെ ആദ്യ കമ്പനി പൊളിഞ്ഞു. ഹോളിവുഡിലേക്ക് വണ്ടി കയറുമ്പോൾ വാൾട്ടിന് ഒരു കാര്യം വ്യക്തമായിരുന്നു: കലാകാരനായാൽ പട്ടിണി കിടക്കാം, പക്ഷെ മുതലാളിയായാലോ സിസ്റ്റം കൺട്രോൾ ചെയ്യാം. 1928 വാൾട്ട് ഡിസ്നിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്രൈസിസ് നടന്നു. തന്റെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ക്യാരക്ടറായ ഓസ്വാൾഡ് ദ ലക്കി റാബിറ്റിന്റെ പൂർണ്ണ അവകാശം ഡിസ്ട്രിബ്യൂട്ടറായ ചാൾസ് മിൻസ് നിയമപരമായി തട്ടിയെടുത്തു. വാൾട്ടിന് ആനിമേറ്റർമാരെയും മിൻസ് സ്വന്തമാക്കി. വാൾട്ട് തളർന്നില്ല, പകരം അയാൾ ഒരു നിയമം എഴുതി വെച്ചു: സ്വന്തം സൃഷ്ടിയുടെ അവകാശം ഇനി ഒരിക്കലും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കില്ല. അങ്ങനെയാണ് മിക്കി മൗസ് ജനിക്കുന്നത്. 1937 വാൾട്ട് അടുത്ത റിസ്ക് എടുത്തു. $2 ലക്ഷം ബഡ്ജറ്റിൽ തുടങ്ങിയ സ്നോ വൈറ്റ് എന്ന മുഴുനീള ആനിമേഷൻ ചിത്രം. ബഡ്ജറ്റ് $1.5 മില്യൺ കുതിച്ചുയർന്നു. സ്വന്തം വീട് വരെ ബാങ്കിൽ പണയം വെക്കേണ്ടി വന്നു. ഹോളിവുഡ് അതിനെ ഡിസ്നീസ് ഫോളി അഥവാ ഡിസ്നിയുടെ വിഡ്ഢിത്തം എന്ന് വിളിച്ചു. പക്ഷെ ചിത്രം റിലീസ് ചെയ്തപ്പോൾ വാരിയത് $8 മില്യൺ. മാർക്കറ്റ് എന്ന് റെഡിയായിരുന്നില്ല, പക്ഷെ ഡിസ്നി ആ മാർക്കറ്റിനെ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് സ്കെയിൽ. കാലം മാറി, ഡിസ്നി ഒരു എന്റർടൈൻമെന്റ് മോൺസ്റ്ററായി മാറി. 2019 സ്ട്രീമിംഗ് വാർ തുടങ്ങി. നെറ്റ്ഫ്ലിക്സിനെ തകർക്കാൻ ഡിസ്നി പ്ലാൻ ചെയ്തു. അതിനായി $71.3 ബില്യൺ ചെലവാക്കി അവർ 21st സെഞ്ച്വറി ഫോക്സിനെ വിലയ്ക്ക് വാങ്ങി. ഡിസ്നി പ്ലസ് ലോഞ്ച് ചെയ്തു. സ്ട്രീമിംഗ് ആണ് തങ്ങളുടെ ഭാവിയെന്നും അത് എന്റർടൈൻമെന്റിനെ ഡെമോക്രറ്റൈസ് ചെയ്യുമെന്നും ബോർഡ് റൂം പ്രഖ്യാപിച്ചു. സബ്സ്ക്രൈബേഴ്സ് കൂടി, PR ടീം അത് ആഘോഷിച്ചു. പക്ഷേ ബാലൻസ് ഷീറ്റ് വേറെ ചിലതും പറഞ്ഞു. 2019 മുതൽ 2023 വരെ സ്ട്രീമിംഗ് സെഗ്മെന്റിൽ ഡിസ്നിക്കുണ്ടായ ഓപ്പറേറ്റിംഗ് നഷ്ടം $11 ബില്യൺ ആയിരുന്നു. ദി അൾട്ടിമേറ്റ് കോർപ്പറേറ്റ് ഡിസാസ്റ്റർ. കോർപ്പറേറ്റ് ഹിസ്റ്ററിയിൽ ഇതിനെ പാനിക് ക്യാപിറ്റൽ അലോക്കേഷൻ എന്ന് വിളിക്കാം. ഒരു ടെക് കമ്പനിയെ നേരിടാൻ ലെഗസി കമ്പനികൾ സ്വന്തം ക്യാപിറ്റൽ കത്തിക്കുന്ന സൈക്കോളജി. 2018 AT&T എന്ന ടെലികോം ഭീമൻ ടൈം വാർണറെ $85 ബില്യൺ വാങ്ങി അവസാനം നഷ്ടത്തിൽ വിറ്റൊഴിവാക്കിയതും ഇതേ പാറ്റേൺ ആണ്. കോമ്പറ്റീഷനെ ഭയന്ന് തങ്ങൾക്ക് പരിചയമില്ലാത്ത പുതിയൊരു ഡിസ്ട്രിബ്യൂഷൻ ഗെയിമിലേക്ക് എടുത്തു ചാടുമ്പോൾ സംഭവിക്കുന്ന ഐഡന്റിറ്റി ക്രൈസിസ്. ഇത് ബാഡ് ലക്ക് അല്ല, ഇത് പ്യുവർ ബാഡ് ഗവർണൻസ് ആണ്. എന്തുകൊണ്ടാണ് ഡിസ്നിക്ക് $11 ബില്യൺ നഷ്ടം വന്നത്? കാരണം സിഇഒയുടെ ഇൻസെന്റീവ് സ്ട്രക്ചർ ബന്ധിപ്പിച്ചിരുന്നത് ഡിസ്നി പ്ലസിന്റെ സബ്സ്ക്രൈബർ ഗ്രോത്തുമായിട്ടായിരുന്നു, കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയുമായിട്ട് ആയിരുന്നില്ല. കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ അവർ കോടിക്കണക്കിന് ഡോളർ ചിലവാക്കി പുതിയ കണ്ടന്റുകൾ ഉണ്ടാക്കി. ഡിസ്ട്രിബ്യൂഷൻ കൂട്ടാൻ വേണ്ടി അവർ സ്വന്തം കോർ വാല്യൂവിനെ ഡൈല്യൂട്ട് ചെയ്തു. ഈ ഈഗോയുടെ വില വളരെ വലുതായിരുന്നു. 2023 ഡിസ്നിക്ക് ആഗോളതലത്തിൽ തങ്ങളുടെ 7000 ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വന്നു. മാർക്കറ്റ് വാല്യുവേഷനിൽ കോടിക്കണക്കിന് ഡോളറിന്റെ ഇടിവ് സംഭവിച്ചു. അവസാനം ബോർഡിന് തങ്ങളുടെ പഴയ CEO ബോബ് ഐഗറെ തിരികെ കൊണ്ടുവരേണ്ടി വന്നു ആ ഡാമേജ് കൺട്രോൾ ചെയ്യാൻ. വാൾട്ട് ഡിസ്നിയുടെ തുടക്കവും ഇന്നത്തെ ഡിസ്നിയുടെ പതനവും നൽകുന്ന ഡേറ്റ പോയിന്റുകൾ വ്യക്തമാണ്. 1. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് പവർ. അത് മറ്റൊരാൾക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ വിട്ടുകൊടുക്കരുത്. 2. നിങ്ങളുടെ കോമ്പറ്റീറ്ററെ ഭയന്ന് നിങ്ങളുടെ കോർ ഐഡന്റിറ്റി മാറ്റരുത്. 3. ഗ്രോത്ത് എന്നത് പ്രോഫിറ്റിന് പകരമുള്ള ഒരു മെട്രിക് അല്ല, മാജിക് എന്നത് ഒരു പ്രോഡക്റ്റ് ആണ്. പക്ഷെ ബിസിനസ്സിൽ സർവൈവൽ അത് പ്യുവർ മാത്തമാറ്റിക്സ് ആണ്.